ഹലോ, വെൽക്കം ബാക്ക് ടു സെബീസ് ഫ്ലേവേഴ്സ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൈനാപ്പിൾ പേസ്ട്രിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് റെഡിയാക്കാനായിട്ട് മുട്ടയോ ഓവനോ മൈദയോ ബേക്കിംഗ് ടൂൾസോ ഒന്നും തന്നെ ആവശ്യമില്ല. കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉണ്ടത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ പൈനാപ്പിളിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ഈ പൈനാപ്പിളിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പൈനാപ്പിളിൽ നല്ല പോലെ തന്നെ മധുരമൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പൈനാപ്പിളിൽ നല്ല പോലെ തന്നെ മധുരം പിടിച്ച് കിട്ടണം, എങ്കിലാണ് നമ്മൾ കേക്കിൽ ഈ പൈനാപ്പിൾ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഈ പൈനാപ്പിളും ഈ വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ പൈനാപ്പിൾ സിറപ്പ് നമുക്ക് 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ വേണം. അപ്പം അത്രയ്ക്ക് ഇല്ല എങ്കിൽ ബാക്കിക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ക്രീമിന് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പൈനാപ്പിൾ എസൻസ് ചേർത്താൽ ഈ ഒരു ക്രീമിൽ നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് മീഡിയം സ്പീഡിലിട്ടിട്ട് സാവധാനം ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ക്രീമൊക്കെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പേസ്ട്രി റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ 12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കേക്കിന് വേണ്ടിയിട്ടൊക്കെ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം, പഴകിയ ബ്രെഡ് എടുക്കരുത്. ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് നീങ്ങി പോവാതിരിക്കാനായിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡ് ഇല്ല എങ്കിൽ ഒരു പ്ലേറ്റിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ 4 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൽ ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ ബ്രെഡ് പൈനാപ്പിൾ സിറപ്പിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിലായിട്ട് 1 ലെയർ ക്രീം നിരത്തി കൊടുക്കാം. ക്രീമിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ 1 ലെയർ വെച്ച് കൊടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയറും സെറ്റ് ചെയ്തെടുക്കാം. 4 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. മുകളിൽ പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ തന്നെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം, എങ്കിലാണ് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 3 ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 3 ലെയറിലേക്കും കൂടെ ആയിട്ട് ഞാനൊരു 1/4 കപ്പോളം സിറപ്പ് എടുത്തിട്ടുണ്ട്. ഈ സിറപ്പ് ഒരു പരന്ന പാത്രത്തിൽ എടുത്തിട്ട് അതിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് ആയി കിട്ടിക്കോളും. നമ്മളിങ്ങനെ ബോട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ 3 ലെയറിലും കൂടെ ആയിട്ട് 1/4 കപ്പ് സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിന് മുകളിലും സൈഡ്സിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈനാപ്പിൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഒരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 അരികിലും ഓരോ ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നടുവിലായിട്ട് ബാക്കിയുള്ള പൈനാപ്പിൾ കൂടെ ഇട്ട് കൊടുക്കാം. ഡിസൈൻസിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ ഇതിന് അടിയിലായിട്ടും
പൈനാപ്പിൾ കൊണ്ട് ഒരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ പേസ്ട്രി ഇവിടെ റെഡിയായി. ഇനി 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. ഞാനിവിടെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ കേക്കിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. വളരെ വളരെ സിമ്പിളാണ് ഈ ഒരു പേസ്ട്രി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എന്തായാലും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബ്രെഡ് താല്പര്യമില്ല എങ്കിൽ ബ്രെഡിന് പകരമായിട്ട് കേക്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെയ്താൽ മതി. അതുപോലെ കേക്കിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പേസ്ട്രി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേക്ക് റെസിപ്പീസിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നല്ല നല്ല റെസിപ്പീസുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.